നമസ്കാരം, എല്ലാവർക്കും മഠത്തിലെ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. നല്ലോണം ഒഴിച്ചൂട്ടാൻ്റെ മാതിരി വെള്ളമില്ലേനും എന്നാൽ തോരൻ്റെ മാതിരി ഒട്ടും വെള്ളമില്ലാതെയല്ല. ഒരു കുഴമ്പ് സൈസിലെന്ന് പറയാം. ചോറിന് വളരെ നല്ലതാണ്, കഞ്ഞിക്കായാലും ശരി, ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലതാണ് കേട്ടോ, കഴിക്കാൻ പറ്റും. ഒരു മത്തൻ്റെ കഷ്ണം ഞാട്ടുണ്ട്. കുറേ നേരം വെള്ളത്തിലിട്ടിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. കാരണം നമുക്കതിൻ്റെ തോല് കളയേണ്ട ആവശ്യമില്ല, തോലോട് കൂടി വേണം എടുക്കാൻ. ഒരു 2 തക്കാളി ഇടുന്നുണ്ട്. ബാക്കിയൊക്കെ എങ്ങനെയെന്ന് ഞാൻ ഉണ്ടാക്കണ മുറയ്ക്കാണ് കാണിച്ചു തരാം. വളരെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് നന്നായിട്ട് തോലോട് കൂടി തന്നെ നുറുക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ പേരൊന്നും കൂടി പറയാം. മത്തൻ കുരുമുളകിട്ടതാണ് ഒരു തേങ്ങാപ്പരട്ട്. മത്തൻ കുരുമുളക് തേങ്ങാപ്പരട്ട് എന്ന് പറയാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ മത്തൻ ഇങ്ങനെ നന്നായിട്ട് കഴുകിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് 1-2 കാര്യങ്ങളും കൂടി ഇതിലേക്ക് വേണം. അതായത് 2 തക്കാളിയുടെ ആവശ്യമുണ്ട്, സവോളയുടെ ആവശ്യമുണ്ട്. അതൊക്കെ ഇങ്ങോട്ട് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിടീന്നാവുമല്ലോ കേട്ടോ. അപ്പം ഞാൻ മത്തൻ കുരുമുളക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മത്തൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ ഒരു കുഞ്ഞു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. വിസിലൊന്നും അടുപ്പിക്കേണ്ട കേട്ടോ. നല്ലോണം ആവി വന്നു കഴിഞ്ഞാൽ എൻ്റെ ഓഫ് ചെയ്യാം. കാരണം പെട്ടെന്ന് തന്നെ മത്തൻ വേവുമല്ലോ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച്, നമുക്കിനി കുറച്ചും കൂടി ഇടേണ്ടതുണ്ട് വഴറ്റണ സമയത്ത്. പിന്നെ ഒരു 1/4 ഗ്ലാസ് കഷ്ടി വെള്ളം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നല്ലോണം ആവി വരുന്ന സമയത്ത് അങ്ങോട്ട് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ പായസം മാതിരി ആവും. അപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടി ചെയ്യുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. അപ്പം കടുക് നന്നായിട്ട് പൊട്ടി വരാൻ തുടങ്ങി. ഈ സമയത്ത് 2 ഉണ്ടമുളക്, കുറച്ച് കറിവേപ്പില, കഴുകിയതാണ്, അതുകൊണ്ടാണ് ചീ പറയുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ ഒരു വലിയ സവോള നീളത്തിലരിഞ്ഞത്, ഒരു 3-4 പച്ചമുളക്, എരിക്കനുസരിച്ച് എടുത്തോളൂ കേട്ടോ. പച്ചമുളകിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. ഇനി ഇത് വല്ലാതെ ബ്രൗൺ കളറൊന്നും ആവണ്ട, പക്ഷെ ഒന്ന് നന്നായിട്ട് വാടി വരേണ്ടതുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഉള്ളിയൊക്കെ ഇങ്ങനെ വഴന്ന് വരുന്ന ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. ഈ സമയത്ത് കുറച്ച് ഉപ്പ് മത്തങ്ങയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണം ഇടാൻ. ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി, അതെ, നമ്മൾ വളരെ കുറച്ചേ അതിലിട്ടിരുന്നുള്ളൂ. അപ്പം മഞ്ഞൾപ്പൊടി വേണം. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനെയൊക്കെയാണ് പിന്നെ വേണ്ടത്. അപ്പം ഞാൻ സൗകര്യാർത്ഥം നല്ല സാമ്പാർ പൊടി ഉണ്ട് എൻ്റെ കയ്യിൽ, അതാണ് കേട്ടോ ഇടുന്നത്. സാമ്പാർ പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ വേണം ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ മുളക് പൊടി വേറെ ഇടേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾക്ക് വേണ്ടത് നല്ലോണം ഒരു 3/4 ടേബിൾ സ്പൂൺ തന്നെ വേണം. കാരണം കുരുമുളക് ഇട്ടതാണ്, കുരുമുളക് കറി തന്നെയാണ്. നന്നായിട്ട് കുരുമുളക് തന്നെ ഇടണം കേട്ടോ. ഞാനിവിടെ പൊടിച്ച് വയ്ക്കാറുണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി തീഷ്ണത ഉണ്ടാവും പുറത്തുനിന്ന് വാങ്ങണേക്കാളും. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ കേട്ടോ. വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 2 മീഡിയം സൈസ് തക്കാളി, ഇതിലേക്ക് പുളിയൊന്നും ഒഴിക്കണ്ട. ഇനി നിങ്ങളുടെ കയ്യിൽ തക്കാളി ഇല്ല വിചാരിക്കുക, അപ്പോൾ നിങ്ങൾ വളരെ ചെറിയ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൻ്റെ പകുതി പുളി ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷെ തക്കാളി ഒരുവിധം എല്ലാ സ്ഥലത്തും ഉണ്ടാവുമല്ലോ. അപ്പോൾ തക്കാളി ഉണ്ടെങ്കിൽ അതന്നെ എടുക്കുകയാണ് നല്ലത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം, തക്കാളി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നങ്ങോട്ട് അടച്ച് വെക്കാം കേട്ടോ. ഒന്നങ്ങോട്ട് ഇരുന്നിട്ട് വേവട്ടെ. അപ്പം നമ്മുടെ മത്തൻ കണ്ടോ, ഞാൻ കൂക്കിച്ചിട്ടും കൂടി ഇല്ല കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് നമുക്ക് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, അപ്പോൾ കണ്ടോ, ഇനിയിപ്പോൾ മൺചട്ടി ആയ കാരണം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റും. ഇങ്ങനെ മതി. ഇനി ഇതിലേക്ക് നാളികേരം ഇങ്ങനെ ചിരവിയത് വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഇട്ട് കൊടുക്കണം. ഒപ്പം കുറച്ച് കറിവേപ്പില, ഒരു 1/2 കപ്പ് കേട്ടോ, അധികമൊന്നും വേണ്ട.
അതും കൂടി ഇട്ട് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ കുരുമുളകിട്ട മത്തൻ പുരട്ട്, അല്ലെങ്കിൽ മത്തൻ കുരുമുളക് പുരട്ട്, മത്തൻ കുരുമുളക് തേങ്ങാ പുരട്ട്, എന്ത് വേണമെങ്കിൽ പറയാം. പേരിലൊന്നുമല്ല കാര്യം, ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്വാദിലാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയില്ലേ, അടിപൊളിയാണ്. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്, കാരണം മൺകലാണല്ലോ. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്നും കൂടി റെഡി ആയിക്കോളും. മാത്രമല്ല ഇതൊട്ടും വെള്ളമില്ലാതെ അങ്ങനെ ആവണ്ട. ഇപ്പോൾ ആയാലും കുഴപ്പമില്ല, ഇതിലിരുന്നിട്ട് വെച്ചാവട്ടെ. എന്തായാലും നമ്മളായിട്ട് വെള്ളം വറ്റിക്കണ്ട. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. ഇത് ചപ്പാത്തിക്ക് പറ്റും, ദോശയ്ക്ക് പറ്റും, ചോറിന് പറ്റും, കഞ്ഞിക്ക് പറ്റും, എല്ലാറ്റിനും പറ്റുന്ന നല്ലൊരു കുരുമുളകിട്ട മത്തൻ പുരട്ട്. കണ്ടോ, നമ്മുടെ കുരുമുളകിട്ട മത്തങ്ങ തേങ്ങാക്കൂട്ടുണ്ടോ? എന്തൊരു സ്വാദാ അറിയോ. ഞാൻ ടേസ്റ്റ് ചെയ്തു കേട്ടോ. എനിക്ക് കണ്ടപ്പോഴേ ടേസ്റ്റ് ചെയ്യാൻ തോന്നി. എന്താ സ്വാദ് അറിയോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ചോറ് വിളമ്പിയിട്ടുണ്ടെന്ന് കുറച്ച് ചോറ് എടുത്തിട്ടുള്ളൂ, കാരണം എനിക്കിഷ്ടമുള്ള പുളിങ്കറിയൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന്. അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മുടെ കുരുമുളക് ഇട്ടത്, മത്തങ്ങ, അതേപോലെ തന്നെ നാളികേരം ഇട്ടിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ആദ്യം അത് കൂട്ടിയിട്ട് കുറച്ച് കഴിക്കട്ടെ കേട്ടോ. ഞാനെപ്പോഴും കറികൾ അധികം കഴിക്കുന്ന കൂട്ടത്തിലാണ്, ചോറ് വളരെ കുറച്ചേ കഴിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ലോണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഉരുട്ടാം. ചോറും ചൂട്, കുരുമുളകിട്ട മത്തനും ചൂട്. കരിവേപ്പിൻ്റെ ഇല മാറ്റിവയ്ക്കും. കാര്യം കഴിഞ്ഞാൽ കരിവേപ്പിൻ്റെ ഇല പുറത്ത്, കേട്ടിട്ടില്ലേ? ശരിയാട്ടോ അല്ലേ? ചിലപ്പോൾ ഇങ്ങോട്ട് വിളമ്പിക്കഴിഞ്ഞാൽ ദേഷ്യം വരും കരിവേപ്പിൻ്റെ ഇല കണ്ട. എന്നാൽ അതില്ലെങ്കിലോ പറ്റില്ല. എല്ലാവരും കഴിച്ചോളൂ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബൈ.